ഒരു മനുഷ്യന്റെ കഴുത്തിൽ 2 സോക്സുകൾ തൂക്കിയിട്ടിരുന്നു. അവൻ സോക്സുകളുടെ നൂലുകൾ വലിച്ചപ്പോൾ മണ്ണ് നിലത്ത് വീണു. കാവൽക്കാർ ശ്രദ്ധിക്കാതിരിക്കാൻ അവൻ കാലിൽ മണ്ണ് കലർത്തി. പിന്നെ അവരൊരു തുരമ്പം കുഴിക്കാൻ തുടങ്ങി. പുറത്തുള്ള ആളുകൾ ചുറ്റിക കൊണ്ടൊരു ഉരുക്കു തൂണിൽ മുട്ടി. അകത്തുള്ളവർ നിലത്തുമുട്ടി. കുഴിച്ചെടുത്ത മണ്ണ് അവർ കൊണ്ടുപോയി. അവർ പച്ചക്കറിത്തോട്ടം കുഴിക്കുമ്പോൾ രഹസ്യമായി മണ്ണ് വയലിലേക്കെറിഞ്ഞു. തുടർന്നൊരു റാക്ക് കൊണ്ട് മൂടി. ജർമ്മൻകാർ വന്നപ്പോൾ അസാധാരണമായ ഒന്നും അവർ ശ്രദ്ധിച്ചില്ല. തുരങ്കം കൂടുതൽ ആഴത്തിൽ കുഴിച്ചു. ദ്വാരത്തിലെ ഓക്സിജൻ നേർത്തതായി. തുരങ്കത്തിലേക്ക് വായു കടത്താൻ അവരൊരു ബ്ലോവർ ഉണ്ടാക്കി. കാവൽക്കാർ ശ്രദ്ധിക്കാതിരിക്കാൻ അവർക്ക് ഗതാഗത ഉപകരണങ്ങളും ആവശ്യമായിരുന്നു. പുറത്തുള്ള തടവുകാർ ദേശീയഗാനം ആലപിച്ചു. അകത്തുള്ളവർ താളത്തിൽ തട്ടി. ഒരു ദിവസം ഒരു തടവുകാരനെ കുഴിച്ചിട്ടു. ഭാഗ്യവശാൽ അവന്റെ കൂട്ടുകാരൻ ഇഴഞ്ഞുകയറി അവനെ മണ്ണിൽ നിന്ന് പുറത്തെടുത്തു. തുരങ്കം താങ്ങാൻ അവർക്ക് മരപ്പലകകൾ ആവശ്യമായി വന്നു. മേൽക്കൂരയിൽ നിന്ന് മരപ്പലകകൾ വേർപെടുത്തി. മറഞ്ഞിരിക്കുന്ന ചുവരുകളിലുള്ളവയും അവരുടെ സഹപ്രവർത്തകരുടെ കിടക്കകളും പോലും. തുരങ്കം പൂർത്തിയാകാറായപ്പോൾ രക്ഷപ്പെടലിന് ശേഷം അവർ ഒരുക്കങ്ങൾ നടത്താൻ തുടങ്ങി. അവർ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. അവരുടെ സൈനിക യൂണിഫോം മാറ്റിസ്ഥാപിക്കാൻ വസ്ത്രങ്ങളുണ്ടാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ അവരൊരു ആഘോഷം നടത്തിയ ദിവസം. ഈ സമയത്ത് ഒരു ജയിൽ ഗാർഡ് വെള്ളം നിലത്തൊഴിച്ചു. വെള്ളം വേഗത്തിൽ താഴേക്ക് ഒഴുകുന്നത് കണ്ടെത്തി. അയാൾ പെട്ടെന്ന് ഓഫീസറെ വിളിച്ചു. അവർ സ്റ്റൗ നീക്കി തറയിലെ ടൈലുകൾ ഉയർത്തി അവിടെ തുരങ്കം കണ്ടെത്തി. ഒരു കൂട്ടം സൈനികർ മുറി വളഞ്ഞു. പക്ഷേ തടവുകാർ നിരാശരായില്ല. കാരണം അവർക്ക് അഴുക്കുചാലിൽ മറ്റൊരു തുരങ്കമുണ്ടായിരുന്നു. അവരൊരു ചതുരാകൃതിയിലുള്ള തറ ടൈൽ പോളിഷ് ചെയ്ത് അഴുക്കുചാലിൽ അത് പതിച്ചു. ഒരു പെട്രോളിംഗ് പരിശോധനയ്ക്കായി വരുമ്പോഴെല്ലാം ലുക്കൌട്ട് ഒരു സിഗ്നൽ അയക്കും. ദ്വാരത്തിലുള്ള ആളുകൾ ഉടൻ തന്നെ അവരുടെ ഉപകരണങ്ങൾ ഉപേക്ഷിച്ച് തറയിലെ ടൈലിടും. വിടവുകളിൽ സിമന്റ് തേച്ച് ഒടുവിൽ ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ച് ഒരു വേഷം മാറി. തുരങ്കം ഒടുവിൽ അവർ അവരുടെ സിവിലിയൻ വസ്ത്രങ്ങൾ ധരിച്ചു. രാത്രിയിൽ അവർ ഓരോരുത്തരായി ദ്വാരത്തിൽ കയറി. പക്ഷേ മുന്നിലുള്ള കൂട്ടുകാരൻ നിലത്ത് കുഴിച്ചപ്പോൾ പ്രവേശന കവാടം ഇപ്പോഴും തോട്ടത്തിൽ നിന്ന് അകലെയാണെന്നും ഈ സ്ഥാനം ഇപ്പോഴും തിരയൽ ലൈറ്റിന്റെ പരിധിയിലാണെന്നും അയാൾ കണ്ടെത്തി. എന്നിരുന്നാലും മുന്നിലുള്ള കൂട്ടുകാരൻ ഇപ്പോഴും മുകളിലേക്ക് കയറാൻ റിസ്ക് എടുത്ത് പെട്ടെന്ന് കാട്ടിലൊളിച്ചു. ശരിയായ നിമിഷം വന്നപ്പോൾ അയാൾ തന്റെ കയ്യിലുള്ള ചരട് ഒരു സിഗ്നലായി വലിക്കും. ദ്വാരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കാൻ അവസരം ഉപയോഗിക്കും. പെട്ടെന്നൊരു തടവുകാരൻ നിലത്ത് വീണു. ശബ്ദം അവരെ ആകർഷിച്ചു. കാവൽക്കാരന്റെ ശ്രദ്ധയ്ക്ക് പരിശോധിക്കാൻ കാവൽക്കാരൻ മുന്നോട്ട് വന്നു. തുരങ്കത്തിൽ നിന്നൊരു തടവുകാരൻ പുറത്തു വന്നു. കാവൽക്കാരൻ അയാളെ കണ്ടു. ഫലമായി അവരിൽ ചിലർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നാളെ കാണാം.